ശേഖരിച്ചു വെച്ച് 12-കാരൻ വ്യത്യസ്തനാകുന്നു. മാള വലിയ വീട്ടിൽ ഫൈസലിയുടെ മകൻ മുഹമ്മദ് അലി ഫൈസലാണ് അത്ഭുതപ്പെടുത്തുന്ന ശേഖരവുമായി നാടിന് അഭിമാനമാകുന്നത്. ദോഹയിലെ ബിർള പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അലി. 4ാം ക്ലാസ്സിൽ പഠിക്കവെ റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ 1910-ലെ ശ്രീലങ്കൻ നാണയമാണ് സ്റ്റാമ്പ് നാണയ ശേഖരത്തിന് പ്രചോദനമായതെന്ന് മുഹമ്മദ് അലി പറയുന്നു. അപ്പൊ അവിടെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ഫോറിനേഴ്സിനെ കാണുമ്പോൾ അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ നേഴ്സിനുണ്ടോ ചിലർ വരും ചിലവരെ ഉണ്ടാവുള്ളൂ. ഈ വെക്കേഷൻ ഇന്ത്യയുടെ പഴയ റൂമില് തൃശ്ശൂരിലൊരു കടയുണ്ടാവും അവിടെ നിന്ന് നോക്കിയപ്പോ ഇന്ത്യയുടെ പഴയ റൂമുകളോട് നോക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കുറെ നാണയമായി എൻകറേജ്മെന്റിന് കുറെ കളക്ടേഴ്സിനെ കാണിച്ചപ്പോ അവര് ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് ചില പോയിന്റ്സൊക്കെ എനിക്കൊന്നും പഴയതല്ല. എനിക്ക് കാര്യം മനസ്സിൽ അതിലൊക്കെ കൊളംബിയ, തായ്ലൻഡ്, നൈജീരിയ, കംബോഡിയ, സൗദി, എത്യോപ്യ, ജപ്പാൻ, ചൈന, ഫ്രാൻസ്, എറിട്രിയ, സുഡാൻ, ബുറുണ്ടി, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിലെ നോട്ടുകളും ഹോണ്ഡുറാസ്, ആസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിലെ ഡോളറുകളും നൈജീരിയ, സിംഗപ്പൂർ, നേപ്പാൾ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് നിർമ്മിത കറൻസികളും മുഹമ്മദ് അലിയുടെ ശേഖരത്തിലുണ്ട്. ദോഹയിൽ നിന്നും 2 മാസത്തെ അവധിക്കാലം ചെലവഴിക്കാനായി ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലിയെ പോലെ നാണയശേഖരത്തിൽ താല്പര്യമുള്ള മറ്റു കുട്ടികൾക്ക് കറൻസികൾ നൽകുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു ഈ കൊച്ചുമിടുക്കിന്റെ മറുപടി. നിലവിൽ അവർക്കാണ് ഇതുപോലെ ഒരു പ്രൈസാണ് ഇതുപോലെ കളക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അതുപോലെ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ തയ്യാറായത് നാല് കൊടുക്കൂ. പക്ഷെ അല്ലെങ്കിൽ മാത്രം ആര് പറഞ്ഞിട്ടുണ്ട്? ഞാൻ കാണിച്ചപ്പോ എന്നോട് പറഞ്ഞാണ് ഒരിക്കലും വെച്ചിട്ടില്ല വിദഗ്ധ തൊഴിലാളി